ഞാൻ പറയുന്ന മനസ്സിലാക്ക് സിദ്ധാർത്ഥ്. അതിനാദ്യം എന്നെ വിശ്വസിക്കേ. യു ജസ്റ്റ് ബിലീവ് മീ. നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ സാർ? സാർ എന്നെ, ഞാൻ സാറിനെ. ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തിൻ്റെ കുറേ ഇമേജസ് ഇല്ലേ സാർ? മുറ്റത്തൊരു മോട്ടോർ സൈക്കിളും ലിവിംഗ് റൂമിൻ്റെ ചുവരുകളിൽ ക്രയോൺസിൻ്റെ കുത്തിവരകളുമുള്ള ഒരു ചെറിയ വീട്. പുറത്ത് പെയ്യുന്ന മഴ കണ്ട് ഈ CD പ്ലെയറിൽ യേശുദാസിൻ്റെ പഴയ പാട്ട് കേട്ട് അവളെയും ചേർത്ത് പിടിച്ച് ഉറങ്ങാതെ കിടക്കുന്ന രാത്രികൾ. ചിലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് സാർ അങ്ങനത്തെ ഒരു സാധാരണ ജീവിതം. ക്രയോൺസിന്റെ കുത്തിവരെയും ദാസേട്ടന്റെ പാട്ടും. 100 ചില്ലാനും കോടി ആളുകളുണ്ട് സിദ്ധാർത്ഥ് നീ പറഞ്ഞ ജീവിതം ജീവിക്കുന്നവരായിട്ട്. എല്ലാവരും ജീവിക്കുന്ന ജീവിതം അസാധാരണമായി തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. നിന്നെപ്പോലെ ഇത്തരം ചില പൈങ്കിളി വിഷ്വൽസ് കൊണ്ടുവരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് ഡൽഹി ഫോഴ്സിൽ. ആദ്യമൊക്കെ അവളെക്കുറിച്ച് ഓർത്ത് അവൻ പറയാറുണ്ടായിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ നൈറ്റിയുടെ പിൻഭാഗം നനച്ചുകൊണ്ട് കിടക്കാറുള്ള അവളുടെ തലമുടി. That is the most romantic metaphor he had. എന്നിട്ടെന്താ, അവൻ അവളെ കെട്ടി. അതോടെ ആ ലല്ലാ വിഷ്വലും പോയി. He started hating her. നനഞ്ഞ നൈറ്റി ഈറിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധമായി. So that's life. അപ്പോൾ അത് വിട്ടേക്കോ സിദ്ധാർത്ഥ്. നിന്റെ വിഷ്വൽസ്, നിന്റെ ഇമേജസ്. കഴിയുന്നില്ല സർ. ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ബട്ട് ഐ ആം സ്റ്റക്ക് ഓൺ ഹർ. അവൾക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാൻ സമയമില്ല സിദ്ധാർത്ഥ്. അവളുടെ ജീവിതത്തിൽ വേറൊരാളുണ്ട്, മറ്റൊരു പുരുഷൻ. ആര്? ഒരു സാധാരണക്കാരൻ. ഡൗൺ ടൗണിൽ ചെറിയൊരു ബിസിനസ് ഉണ്ട്. 3 വർഷമായി ബാങ്കോക്കിൽ. ഞാൻ അന്വേഷിച്ചിരുന്നു അയാളെ പറ്റി. ഹാപ്പി ബർത്ത്ഡേ. സോറി, കുറച്ച് ലേറ്റ് ആയില്ലേ? അപ്പൂസില്ലേ? ഒരു കാപ്പി കിട്ടുമോ?
ഐ എം ഫൈൻ. സത്യം എന്താണെന്ന് നിനക്കറിയില്ല ഈഷ. ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ശരി. ഞാനൊരു ഇന്റർപോൾ ഓഫീസറാണ്. ഞാൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു ആസ് എ കവർ. ഞാൻ കാരണം നിനക്ക് നിന്നെ കണ്ട എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല.